ഇഷ്ടമായി കട്ടാന കതിയിലിടുന്നമ്മ ഇളകിന പെരുമതം പെരുത്തുപോയി വേതാളമേറിയമ്മ. സജ്ജനങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും വിനീത നമസ്കാരം. മേടം 10, അതായത് 2026 ഏപ്രിൽ മാസം 23-ാം തീയതി അമ്പലപ്പുഴയെ സംബന്ധിച്ചിട്ട് അമ്പലപ്പുഴ ദേശം കാത്ത ഒരു ദേവിയുടെ പ്രധാന ഉത്സവമാണ് 10-ാം ഉദയം. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം വടക്കുവശത്തൂടെ അകത്തോട്ട് കയറിയാൽ ആദ്യം കാണുന്ന മുളയറ ഭഗവതിയാണ്. ആ ഭഗവതിയുടെ തിരുവുത്സവമാണ് 23-ാം തീയതി മേടം 10-ാം തീയതി. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കളമെഴുത്തുംപാട്ടും. ആ കളമെഴുത്തുംപാട്ടിൽ പൂർണ്ണ വിധാനത്തോടുകൂടി എല്ലാ ചടങ്ങുകളോടും കൂടി 32 കൈകളോടുകൂടി വേതാളപ്പുറമേറി ആനയും സിംഹവും കാതിലിട്ടുകൊണ്ട് അമ്മയുടെ പൂർണ്ണമാകുന്ന രൗദ്രമാകുന്ന ഭാവത്തെ ഭഗവതിയുടെ അധിവാസമായിട്ടുള്ള നാടകശാലയിൽ എഴുതി പൂർണ്ണ ചടങ്ങുകളോടെ ദേശത്തെ അനുഗ്രഹിക്കാൻ ഒരുക്കുകയാണ്. എല്ലാ വർഷവും കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങാണ്. ഇക്കുറി പള്ളിപ്പാനയും ദ്രവ്യകലശവും ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മയുടെ തിരുവുത്സവത്തിൽ സജ്ജനങ്ങളായ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാവണം. ഒരു ദേശത്തെ മുഴുവൻ കാത്തുരക്ഷിക്കുന്ന ദേവതയാണ്. കാര്യം അമ്പലപ്പുഴ കണ്ണൻ വരുന്നതിന് മുമ്പ് ഈ ദേശം എന്ന് പറയുന്ന ഒരു ദേവിയുടെ ആയിരുന്നു. ആ അമ്മയുടെ ചൈതന്യമാണ് അവിടെ കുടികൊള്ളുന്നത്. ആരമ്മയെ ആശ്രയിക്കുന്നുവോ അവർക്ക് അഭീഷ്ട വരങ്ങൾ നൽകി അമ്മ അനുഗ്രഹിച്ചിരിക്കും. പ്രത്യേകിച്ച് കളമെഴുത്തുംപാട്ടിൽ പ്രത്യക്ഷ ദേവതയാണ് ഭദ്രകാളി. ആവിർഭാവം തന്നെ കളമെഴുത്തിൻ്റെ ഭദ്രകാളി കാരണമാണ്. നാളെ നാടകശാലയിൽ സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷം സന്ധ്യക്കൊട്ട് ആരംഭിച്ച് ശേഷം ക്ഷേത്രത്തിലെ അത്താഴ ശിവേരിക്ക് ശേഷം ദേവിയെ പടിഞ്ഞാറേ നടയിലുള്ള ആ പനച്ചുവട്ടിൽ നിന്ന് എതിരേറ്റ് ഇടിയാനപ്പുറത്തമ്മയെ എഴുന്നള്ളിച്ച് വിവിധ വാദ്യങ്ങളോടുകൂടി താലപ്പൊലികളോടുകൂടി അമ്മ എഴുന്നള്ളിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളെ അമ്മ നിങ്ങൾക്ക് എന്ത് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പ്രാർത്ഥന സഫലമാകും. ഇത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട ഈ ഒരു ആചാരം ഇന്നും നിലകൊള്ളുന്നത്. നാളെ വ്രതശുദ്ധിയോടെ മനഃശുദ്ധിയോടെ ഏത് സ്ത്രീജനങ്ങൾക്കും നാളെ അമ്മയെ എഴുന്നള്ളിക്കുമ്പോൾ താലമെടുക്കാം. സന്ധ്യയ്ക്ക് 7 മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അതിന് വേണ്ടതായുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. വരുന്നവരെല്ലാം താലത്തിന് എടുക്കാനുള്ള താലപാത്രം, ആ തളിക കൊണ്ടുവരണം. നെല്ല്, നാളികേരം, ബാക്കിയെല്ലാം ഇവിടെയെല്ലാം ഉണ്ടാവും. ആ എതിരേൽക്കുന്ന സമയത്ത് ഉത്തമ സ്ത്രീകളാണ് അമ്മയെ എതിരേൽക്കുവാൻ. സുമംഗലം ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്കും നെടുമാംഗല്യം, അങ്ങനെ എന്തെല്ലാം പ്രാർത്ഥനകളോടുകൂടി ആഗ്രഹിക്കുന്നുവോ, രോഗനിവാരണം, ഐശ്വര്യവർദ്ധനം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ദേവിയെ ഉത്തമ സ്ഥാനത്തിങ്കൽ കൊണ്ടിരുത്തി അമ്മയ്ക്ക് അധിവാസമായുള്ള സ്ഥലമാണ് പനച്ചുവട് എന്ന് പറയുന്നത്, പടിഞ്ഞാറേ നടയിൽ. അവിടെ കൊണ്ടിരുത്തി സകല ദോഷങ്ങളെ നിഗ്രഹിച്ചു കൊണ്ടൊരു നാളികേരം ഉടച്ചു പകത്ത് നിവേദിച്ച് ആ ദുരിതങ്ങളെല്ലാം മാറ്റി ദേശത്തെ കാത്തുരക്ഷിക്കുന്ന അമ്മയെ അപാലവൃദ്ധം ജനങ്ങൾ വായ്ക്കൊരവയോടുകൂടി, ആർപ്പു വിളികളോടുകൂടി, കതിന പോലുള്ള വെടിനാദങ്ങളോടുകൂടി, ചെണ്ട പോലുള്ള പറനാദങ്ങളോടുകൂടി, മംഗളവാദ്യമാകുന്ന നാദസ്വരത്തോടുകൂടി അമ്മയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് എതിരേറ്റ് 7 പ്രദക്ഷിണം പൂർത്തിയാക്കി മുളകിറയിൽ എഴുന്നള്ളിച്ച് ഈ താലം മുഴുവനും അമ്മയെ ഒഴിഞ്ഞ് ആ അരി പകുത്തായിട്ട് വീതിച്ചതിന് ശേഷം കളമ്പാട്ട് നാടകശാലയിൽ നടക്കും. ഇത് മനുഷ്യജന്മത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹ നിമിഷമാണ്. പ്രത്യക്ഷമായിട്ട് അമ്മ അനുഗ്രഹിച്ചിരിക്കും. കാര്യം അത്ര സത്യമാകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി വെച്ചതാണ് ആചാര്യന്മാർ. നമുക്ക് പവിത്രമായിട്ട് ഈ ആചാരങ്ങളിൽ പങ്കെടുക്കാം. നിങ്ങളെല്ലാവരും ഏപ്രിൽ മാസം 23-ാം തീയതി വ്യാഴാഴ്ച മേടം 10-ന് സന്ധ്യയ്ക്ക് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ഈ ചടങ്ങ് മനുഷ്യജന്മത്തിൽ കണ്ടിരിക്കേണ്ടതാണ്. അത് അനുഗ്രഹമാകും, സുഹൃതമാവും. മാത്രവുമല്ല, ഒരു വർഷക്കാലയളവിൽ സകല ദുരിതങ്ങളെയും നിവാരണം ചെയ്യുവാൻ വേണ്ടി കുറുപ്പ് ആ അഗ്നിയിലേക്ക് ആവാഹിച്ച അമ്മയുടെ ചൈതന്യത്തെ എല്ലാവരെയും ഒഴിഞ്ഞ്
എല്ലാവരെയും അക്ഷതമിട്ട് അനുഗ്രഹിക്കുന്ന അപൂർവ ചടങ്ങുകളും കളംപാട്ടുകളും നിറംപാട്ടുകളും എല്ലാം പാടി പ്രീതിയോടുകൂടി ഒരു ദിവസം നമുക്ക് ഭഗവതിയിലേക്ക് സമർപ്പിക്കാം. അമ്മ അനുഗ്രഹിക്കട്ടെ, അമ്പലപ്പുഴ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ.